അതങ്ങനെ കൃത്യമായിട്ട് അത് കാണാൻ പറ്റുമോ എന്നുള്ളത് 103 TV ഉണ്ട്. ഇത്രയും സമയം അത് 24 hour ഒബ്സർവ് ചെയ്യണം. എപ്പോഴാ വന്നേക്കുന്നത്, ആരാ വന്നേക്കുന്നത് എന്നുള്ളത്. ഇത്രയും അതിന് ടൈം എടുക്കും. ഒരു ദിവസം കൊണ്ടോ അര ദിവസം കൊണ്ടോ പറ്റുന്ന കാര്യമല്ല. ഓരോ ടിവിയും 24 hour വാച്ച് ചെയ്യണം. 24 മണിക്കൂറത്തെ സമയമാണ്. അപ്പൊ ഈ 103 എണ്ണം ഒബ്സർവ് ചെയ്യണം. എങ്കിലേ ഒരു കൃത്യമായ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഒരു വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം തോന്നിയിട്ടുണ്ട്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഷിജു അല്ല അതെ അല്ല, അത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്താണെന്നുള്ള കൃത്യമായിട്ട് നോക്കണം. ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും CCTV ഈ കാര്യങ്ങളൊന്നും എങ്ങും പോകുന്നില്ല. അത് അവിടെ തന്നെ ഉണ്ട്. ഇതിപ്പോ നാളെ ആയാലും അത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് അല്ല, ആദ്യം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ? നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടേ? മോനെ നോക്ക് പായസാക്ക് നോക്കൂ. ഈ കാര്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു അൺയൂഷ്വൽ ഇഷ്യൂസ് കാണുന്നത് കൊണ്ട് വിശദമായ പരിശോധനയ്ക്ക് അതിന് നമുക്കൊരു സമയം വേണം. ഇതിന് മറ്റു തരത്തിൽ പരിശോധന വരുമോ എന്ന് നമ്മളല്ല. നമുക്ക് ഈ എന്താണ് അസ്വാഭാവികത റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. കാരണം പ്രവീണ പറഞ്ഞു നമ്മൾ പോലീസൊന്നല്ല അല്ലേ? അപ്പം അത്രമാത്രമേ നമുക്ക് ഇതുള്ളൂ. അതിന് വേണ്ടിയിട്ട് വിശദമായിട്ട് പരിശോധന നടത്തേണ്ടി വരും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇല്ലെന്നോ ഉണ്ടെന്നോ നേരത്തെ സൂചിപ്പിച്ചു. 2/8 എറണാകുളത്ത് നിന്ന് ഒരു സ്ഥാപനത്തിന്റെ ബില്ലാണത്. അതെ, ഇത് ഒരു കവർ ഇങ്ങനെ ഇരിക്കുക. അല്ല, ഇതൊരു കവറല്ല, അതിന്റെ പെട്ടിയുടെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുക, ബില്ലടക്കം. സാധാരണ കൊറിയർ അയക്കുമ്പോ അതിനെ മാത്രം അയക്കുമല്ലോ. അത്രയാണ്. അതിലെങ്ങനെ ഒരു കൊറിയർ ബോക്സ് ഒരു കവറിനകത്താണ് അത് ഇരിക്കുന്നത്. കവർ പൊട്ടിച്ചു. എല്ലാവരുടെയും യൂറോളജിയും DMEയുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കവർ പൊട്ടിച്ചു. കവറിനകത്തുള്ള ബില്ലിലാണ് മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് 2/8 അവിടെ നിന്ന് ബില്ല് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ കണ്ടെത്തിയത്. അതിന്റെ മിഥുൻ എന്നാണ് പറഞ്ഞത്. ബില്ലിൽ എഴുതിയിരിക്കുന്ന കൊറിയർ ആരുടെ പേരിൽ വന്നെന്ന് അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇനി നോക്കണം. ഏത് സ്ഥാപനത്തില്? അല്ല, അതിന് ബില്ലിൽ ഒരു ഉപകരണം കണ്ടാൽ അതിന്റെ കാലപ്പഴക്കം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് പുതിയ ഉപകരണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റേ 2 വർഷം മുമ്പുള്ള ഉപകരണം അല്ല, അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആ ഉപകരണം അല്ലല്ല, മുമ്പ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് തന്നെ ഇവിടെ ഒരു കേസിന് ഉപയോഗിച്ചിട്ടില്ല. അത് ഐഡിയലായിട്ടിരിക്കുവാണ് ഇത്രയും നാളുണ്ട്. അല്ല, ഒരു കേസിന് ഉപയോഗിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റില്ല? റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഏതാണ് ഡോക്ടേഴ്സ് ഇവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്താണ് രക്ഷപ്പെടുത്തിയതാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അപ്പൊ സൂപ്രണ്ട് പറയുന്നു ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. സാർ റിട്ടയർ ആയിപ്പോയി. അല്ല, അതെങ്ങനെ പ്രശ്നം വരുന്നത്? നോക്കൂ, നമുക്കിതിൽ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇതിൽ സുഹൃത്തുക്കളെ എനിക്കൊരു കാര്യം ഇതിൽ പറയാനുള്ളൂ. ഇതിൽ എനിക്ക് കൺക്ലൂഡിങ് റിമാർക്സ് നമ്പർ 1, ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച നിങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും സർക്കാർ അത് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ ഇത് സോർട്ട് ഔട്ട് ചെയ്ത് വളരെ കൂളായിട്ട് ഒരു നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ മാത്രമാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡോക്ടർ ഹാരിസിനെ പറ്റി ഒരു കോൺട്രവേഴ്സിയും ആരും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കുറച്ച് ലിറ്റിൽ ഇഷ്യൂസ് അതല്ലാതെ കണ്ട് പ്രശ്നങ്ങളില്ല. അത് നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് ഇത് ശരിയാക്കിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട് പറഞ്ഞത്. നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്, ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. ആദ്യത്തെ പരിശോധന നടത്തി നിങ്ങളായിരുന്നു. DME ഉണ്ടായിരുന്നു. അത് ഈ HOD റൂം തുറന്നിട്ടില്ല. ബാക്കിയുള്ള അതായത് HOD റൂമിൽ അന്ന് പരിശോധിച്ചിട്ടില്ല. കീ ഇല്ല. അവിടെ 2 തവണ പരിശോധിച്ചേക്കുന്നത്. അല്ല, അത് സാറ് മാത്രമാ പോയത്. അതെ എന്റെ പൊന്നുമോനെ ഞാൻ പറഞ്ഞല്ലോ ഒരു കവറിലുണ്ടെന്ന്. ഒരു സെക്കൻഡ്. ഹലോ,
പറഞ്ഞു എന്നോട് പറഞ്ഞു സാറേ. അല്ല അത് നമുക്ക് ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാത്രം നമുക്ക് വന്നതേ ഉള്ളൂ. ഉണ്ട്, അത് കൃത്യമായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മാറിപ്പോവില്ല. CCTV ദൃശ്യങ്ങൾ ഇല്ലില്ല, സംശയത്തിലല്ല. അത് ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല. ക്ലിയർ ആയിട്ട് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന സമയത്താണ് കയറിയത്, ഇന്ന സമയത്താണ് അതിൽ പ്രശ്നമുള്ളതെന്ന്. അത് നമ്മളെ നോക്ക് ഇതില് നമ്മളെ അല്ല ഇത് അല്ല അതല്ല അവിടെ ഇല്ലാതിരുന്ന ഒരു ഉപകരണം കൊണ്ടുവച്ചു. കസ്റ്റഡിയിൽ അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉപകരണമാണ്, അദ്ദേഹത്തിനാണ് ചുമതല. ആ ഉപകരണം കാണാനില്ലായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നു. അതിനുശേഷം പുതിയൊരു ഉപകരണം കൊണ്ടുവച്ചു. പുതിയൊന്നല്ല, ഒരു പുതിയൊന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ നമുക്ക് അല്ല പറഞ്ഞോ HOD അവിടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ടൊരു അന്വേഷണം വേണം. അല്ല, നമ്മൾ പ്രാപ്തരല്ല. പ്രവീണ അതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ഇപ്പൊ ഗവൺമെന്റിന് റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ചോദിച്ചില്ലേ കഴിഞ്ഞ 2-ാം തീയതി ഇന്ന് ശനിയാഴ്ച. അതെ, അപ്പൊ HOD റൂമില് 6-ാം തീയതി അല്ലേ സാർ? HOD റൂമില് 6-ാം തീയതി 6-ന് 1 ഡേ എന്ന് പറയാൻ വേണമെങ്കിൽ അത് പറയാൻ പറ്റില്ല. അതെ ആണ് ഉണ്ടായിരുന്നത്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ജയന്തൻ ഉണ്ടായിരുന്നു, ഡോക്ടർ ടോണി ഉണ്ടായിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സാജു ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ഓഫീസർമാര്. അത് അല്ല, സ്വകാര്യ സ്ഥാപനമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കണം തന്നെ പറയുന്നു. എന്റെ മോനെ ഇന്ന് രാവിലെ മുതൽ അല്ല ഇതിപ്പോ രണ്ട് പെട്ടികൾ കണ്ടെത്തിയല്ലോ, ചെറിയ പെട്ടി വലിയ പെട്ടി. ഈ രണ്ട് പെട്ടി രണ്ടും ഒരേ സാധനമാണ്. അല്ല മോനെ, അത് നമുക്ക് ഒന്നുകൂടെ പറയാം. നോക്കൂ, രണ്ട് പെട്ടിയാ. ഒരു പെട്ടി കൊച്ചുപെട്ടി എന്ന് പറയൂ. കൊച്ചുപെട്ടിയിൽ സോക്കോൾ മൊസിലോസ്കോപ്പ് ക്ലിയർ ആണല്ലോ, ഓക്കെ. രണ്ടാമത്തെ പെട്ടിയിൽ വേറെ വലിയ പെട്ടി. ആ വലിയ പെട്ടിയിൽ 3, അതിന്റെ പേര് എനിക്കറിയില്ല, ഡോക്ടർ ടോണി പറഞ്ഞ നെഫ്രോസ്കോപ്പ്. അതിന്റെ പേരിലാണ് ബില്ല് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. അത്രേ ആയിട്ടുള്ളൂ. ചെറിയ പെട്ടി, ഓക്കെ. തെറ്റ്. രണ്ടാമത്തെ പരിശോധന അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്നു എന്നൊന്നും പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ നമുക്ക് കൺക്ലൂഡ് അല്ല, പരാജയത്തിന്റെ വിജയത്തിന്റെ ഇഷ്യൂ അല്ല. പരാജയം പിന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇത്രയും വലിയ ഇഷ്യൂ നടന്നിട്ട് ഡോക്ടർ ടോണിക്ക് എന്താണ് പറയാനുള്ളത്? ഡോക്ടർ ടോണി അറിഞ്ഞുകൊണ്ടാണോ ഈ ഉപകരണം അകത്ത് വന്നത്? അല്ലെങ്കിൽ ഒരാളെ റിസീവ് ചെയ്യണമല്ലോ. അല്ല, ഡോക്ടർ ടോണി അറിഞ്ഞുകൊണ്ടല്ലാന്ന് ഡോക്ടർ ടോണി പറഞ്ഞിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിങ്ങൾ പ്രിൻസിപ്പൽ സൂപ്രണ്ടൊക്കെ വിട്ടേക്കും, ഒരു സർക്കാർ സ്ഥാപനത്തിൽ സൂപ്രണ്ടിന്റെ മുറി തുറന്നാണോന്ന് അറിയില്ല. അല്ല, അത് ഇപ്പൊ ഇന്നുകൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ഇന്ന് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ അല്ല, അങ്ങനെ കയറാൻ പറ്റത്തില്ല. അതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഇതിനും ഒരു പ്രൊസീഡിയർ ഇല്ലേ? അല്ല, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമാണ്. അതൊന്ന് കണ്ട് സാധനം തിരിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടാണ് ആ റൂം ലോക്ക് ചെയ്തെടുത്തത്, സീൽ ചെയ്തെടുത്തത്. ഇന്നലെ സംഭവിച്ചത്. അത് നമുക്ക് വിശദമായിട്ട് നോക്കിയതിന് ശേഷം അങ്ങനെ തന്നെയാണെന്ന്
അല്ലല്ലല്ല ഇല്ലല്ല പുതിയ ലോക്ക് പുതിയ ലോക്ക് ഇട്ടാലും ആർക്കൊന്നും പിന്നെ കയറാമല്ലോ. അല്ല അങ്ങനെയല്ല പോവാമല്ലോ. അത് നമുക്ക് നോക്കാം പുതിയ ലോക്ക് ഇട്ടിട്ട് കയറി കഴിഞ്ഞാൽ വിളിക്കുന്നതല്ലേ